എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാകും. ചിലത് ശരിയായിരുന്നിരിക്കാം, ചിലത് തെറ്റായിരിക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിയത്, ഈ വീഡിയോ തുറന്നത്, ഈ വാക്കുകൾ കേൾക്കുന്നത്, ഇത് എല്ലാം ഒരു കാരണത്താലാണ്. കാരണം ജീവിതത്തിൽ ചില സന്ദേശങ്ങൾ നമ്മളെ തേടി വരും. ചില ഉത്തരങ്ങൾ നമ്മൾ തിരയാതെ തന്നെ നമ്മളിലേക്കെത്തും. ഇന്ന് അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ അല്ല, ഇത് ഒരു കഥ പറയൽ മാത്രമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ അനുഭവിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇവയെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. തൊടുകുറി എന്നത് ഒരു പുരാതന രീതിയാണ്. പണ്ടുകാലങ്ങളിൽ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സൂചനകൾ, പ്രകൃതിയുടെ അടയാളങ്ങൾ, പക്ഷികൾ, നമ്പറുകൾ ഇവയെല്ലാം ഉപയോഗിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രത്യേകമായത് തത്ത ഉപയോഗിച്ചുള്ള പ്രവചനമാണ്. തത്തയെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിയാമോ? കാരണം തത്ത ഒരു പക്ഷി മാത്രമല്ല, ഇത് ബുദ്ധിയുടെ പ്രതീകമാണ്. ഇത് സന്ദേശത്തിൻ്റെ പ്രതീകമാണ്. പണ്ടുകാലത്ത് തത്തകൾ കാർഡുകൾ തിരഞ്ഞെടുക്കും. ആ കാർഡുകൾ ആളുകളുടെ ഭാവിയെ സൂചിപ്പിക്കും. ഇന്നും ആ വിശ്വാസം തുടരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് പച്ച നിറത്തിലുള്ള തത്ത, രണ്ടാമത്തേത് മഞ്ഞ നിറത്തിലുള്ള തത്ത. ഇവയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നത് സാധാരണ ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ അടിയന്തര പ്രതികരണമാണ്. നിങ്ങൾ അധികം ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇത് വളരെ സത്യസന്ധമായ ഒരു സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യം. ഇപ്പോൾ ഒരു വലിയ സത്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത തത്ത നിങ്ങളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ നിലയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം പതിഞ്ഞിട്ടുള്ള ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇതിനോടകം തന്നെ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾ പച്ചത്തത്തയെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഒരു കാര്യമാണ് ആദ്യം പറയേണ്ടത്. നിങ്ങൾ സാധാരണയാളല്ല. നിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ വളരെ സത്യസന്ധനാണ്. നിങ്ങൾക്ക് കള്ളം പറയാനറിയില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചാൽ അത് 100% സത്യമാണ്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ അത് പൂർണ്ണമായ വിശ്വാസമാണ്. പക്ഷേ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും അതേസമയം നിങ്ങളുടെ ബലഹീനതയും. നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങളെ വഞ്ചിച്ചു. നിങ്ങൾ സഹായിച്ച ആളുകൾ നിങ്ങളെ മറന്നു. നിങ്ങൾ സ്നേഹിച്ച ആളുകൾ നിങ്ങളെ മനസ്സിലാക്കിയില്ല. ഈ അനുഭവങ്ങൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഇന്നും നല്ലവനാണ്. നിങ്ങൾ ഇന്നും മാറിയിട്ടില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണം. നിങ്ങൾക്ക് ഒരാളോട് ഇല്ല എന്ന് പറയാൻ പറ്റാത്തവനാണ് നിങ്ങൾ. ആർക്കെങ്കിലും സഹായം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പോലും മാറ്റിവെക്കും. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സന്തോഷം പോലും ത്യജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ദുർബലതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു.
ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത ആളായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക. എല്ലാവരോടും തുറന്ന് സംസാരിക്കരുത്. അടുത്ത 21 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. അടുത്ത 21 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ പിന്തുണക്കും, നിങ്ങളെ വളരാൻ സഹായിക്കും. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ജീവിതം പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? എല്ലാവരും നല്ലവരല്ല, എല്ലാവരും വിശ്വസിക്കുന്നവരല്ല. പക്ഷേ നിങ്ങൾ നല്ലവനായി തുടരുക, പക്ഷേ ബുദ്ധിയോടെ മാത്രം. നിങ്ങളുടെ എനർജി വളരെ ശക്തമാണ്, പക്ഷേ തെറ്റായ ആളുകൾക്ക് അത് ഒരിക്കലും കൊടുക്കരുത്. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാം ഒരു കാരണത്താലാണ്. നിങ്ങൾ കൂടുതൽ ശക്തനായിരിക്കാൻ, നിങ്ങൾ ശരിയായ ആളുകളെ തിരിച്ചറിയാൻ. ഇനി അടുത്തതായി, നിങ്ങൾ മഞ്ഞത്തത്തയെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഒരു കാര്യമാണ് ആദ്യം പറയേണ്ടത്. നിങ്ങൾ വളരെ ശക്തമായ ഒരു വ്യക്തിത്വമുള്ള ആളാണ്. പുറത്ത് നിങ്ങൾ ശാന്തനായി തോന്നാം, പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു വലിയ പോരാട്ടം നടക്കുന്നു. നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഏത് പ്രശ്നവും നിങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ തകർന്നു പോകില്ല. നിങ്ങൾ വഴികൾ കണ്ടെത്തും. ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. പക്ഷേ ഇവയെല്ലാം ഉള്ളിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് നേരിടുന്നത്. നിങ്ങൾ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ ആണ്. നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് കരുണ കൂടുതലാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാം. പക്ഷേ പലരും ഈ ഗുണം ഉപയോഗിക്കുന്നു. ചിലർ നിങ്ങളെ ഈസി ടാർഗറ്റ് ആയി കാണുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം, അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ കുഴപ്പമല്ല, ഒരു വലിയ മാനസിക അവസ്ഥയാണ് നടക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്താണ്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ വൈകുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ ഒറ്റയ്ക്കാണോ? ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ പുറത്ത് ചിരിക്കുന്ന ആളായിരിക്കാം, പക്ഷേ ഉള്ളിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു. നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു. പിന്നെ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇവ 3ഉം കൂടി നിങ്ങളെ ക്ഷീണിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശത്രുദോഷം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ നിങ്ങളെ നേരിട്ട് എതിർക്കില്ല, പക്ഷേ അവർ പിന്നിൽ നിന്ന് പ്രവർത്തിക്കും. അത് അസൂയയാണ്. നിങ്ങൾ വളർന്നത് അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. ചിലപ്പോൾ നെഗറ്റീവ് എനർജി നൽകും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് കുറച്ചുനാൾ സൈലൻ്റ് ആയിരിക്കുക. നിങ്ങളുടെ പ്ലാനുകൾ ആരോടും പറയരുത്. നിങ്ങളുടെ വിജയങ്ങൾ കാണിക്കാതെ മുന്നോട്ട് പോവുക. സൈലൻസ് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് വെപ്പൺ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സാമ്പത്തിക ഭാഗ്യം മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ നല്ല വാർത്ത തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒരു മാറ്റം വരാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ഒരു ജോലി ലഭിക്കും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ ഒരു ഉയർച്ച ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ തോന്നാം, ഇത് എപ്പോഴാണ് നടക്കുക? പക്ഷേ സമയം അടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഏറെ നാളായി നിൽക്കുകയാണ്, പൂർത്തിയാകുന്നില്ല. ഉദാഹരണത്തിന് ഒരു പ്രോപ്പർട്ടി സെയിൽ, അല്ലെങ്കിൽ ഒരു ഡീൽ, ഒരു ഡിസിഷൻ. ഇവയെല്ലാം പെട്ടെന്ന് ക്ലിയർ ആകാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു വലിയ സ്വപ്നം, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്,
ഒരു വാഹനം സ്വന്തമാക്കണം. ഇതൊരു ലക്ഷറി അല്ല, ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾക്ക് തോന്നാം ഇത് എനിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്ന്. പക്ഷേ അടുത്ത ഓണത്തിന് മുൻപ് തന്നെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിലാണ്. നിങ്ങൾ പഴയ ജീവിതത്തിൽ നിന്നും മാറുകയാണ്. നിങ്ങൾ പുതിയ ഒരു വഴിയിലേക്ക് കടക്കുകയാണ്. ഈ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകും, ഫിയർ ഉണ്ടാകും. പക്ഷേ ഇത് ഗ്രോത്തിൻ്റെ ഭാഗമാണ്, വളർച്ചയുടെ ഭാഗമാണ്. ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതം എളുപ്പമല്ല, പക്ഷേ അത് ന്യായമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് കാര്യങ്ങൾ വരും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ അവസരങ്ങൾ തുറക്കും. അതുപോലെ തന്നെ ആരെയും അന്ധമായി വിശ്വസിക്കരുത്. നിങ്ങളുടെ ഹൃദയം സംരക്ഷിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഏത് തത്തെയാണ് തിരഞ്ഞെടുത്തത് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. ഈ വീഡിയോ ഒരു ഗൈഡ് മാത്രമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇന്ന് നിങ്ങൾ കേട്ട ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ശക്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ വിജയിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.